ഹായ് ടോപ്സ്ക്രൈബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിഥിലാജാണ്. ഇന്നത്തെ വീഡിയോയിൽ 850ഓളം സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും അതേപോലെ തന്നെ അതിൽ എത്രത്തോളം ഫയലുണ്ട്, ഏതൊക്കെയാണ് ആ ഫയലുകൾ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതുപോലത്തെ ഡിസൈൻ മെറ്റീരിയൽസും ഫോട്ടോഷോപ്പ്, ടാലി പ്രൈം പോലത്തെ സോഫ്റ്റ്വെയറുകളുടെ ട്യൂട്ടോറിയൽസുമാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓപ്പൺ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ട് ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 510 MBയോളം സൈസ് വരുന്നുണ്ട് ഫയൽ. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഫയലാണ് ലഭിക്കുക. ഇത് എക്സ്ട്രാക്ട് ചെയ്യണം. ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. പാസ്വേഡ് ഈ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഞാനിവിടെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ബട്ടൺ നോക്കി എക്സ്ട്രാക്ട് ഹിയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ദെൻ അവിടെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ നിൽക്കുക. ഇവിടെ നമുക്ക് പുതിയൊരു ഫോൾഡർ എക്സ്ട്രാക്റ്റ് ആയി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഫോൾഡറാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഡബിൾ ക്ലിക്ക് ഒക്കെ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ദെൻ ഇതിൽ നമുക്ക് ഒരുപാട് ഫോൾഡറുകൾ കാണാം. ഒന്ന് എന്നുള്ള ഫോൾഡറിൽ സ്റ്റുഡിയോയിൽ പ്രിൻറ്റ് ചെയ്ത് വെക്കുന്ന കുറച്ച് ഫോട്ടോസുകൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാൻ കഴിയും. അതേപോലെ തന്നെ 2 എന്നുള്ളതിൽ നമുക്ക് കുറച്ച് പെയിൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തേതിൽ നമുക്ക് ഔട്ട്ഡോർ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. 4ാമത്തെ ഫോൾഡറിൽ ഇൻഡോർ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അതേപോലെ തന്നെ 5ാമത്തേതിൽ റൂമിലുള്ള കുറച്ച് ഫോട്ടോസും 6ാമത്തേതിൽ നമ്മൾ ഔട്ട്ഡോർ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 854 ഫോട്ടോസാണ്. ഇവിടെ സ്റ്റുഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഫോൾഡറിൻ്റെ പ്രോപ്പർട്ടീസ് പോയാൽ നമുക്ക് കാണാം 854 ഫയലുകളാണ് ഇതിൽ ടോട്ടലുള്ളത്. ഓക്കെ, നമുക്കിത് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാണ്. ഞാൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ആക്കിയിട്ടോ ഫയലിൽ ഓപ്പൺ എന്നുള്ളതിൽ പോയിട്ട് നമുക്ക് ഫോൾഡർ ഓപ്പൺ ചെയ്തെടുക്കാം. ഇവിടെ സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടുള്ള ഫോൾഡർ തുറന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് കാണാൻ കഴിയും. അതിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ എന്നുള്ള ഡബിൾ ക്ലിക്ക് ആക്കിയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇനി വേറെ ഇമേജ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്തെടുക്കാം. ഇതിൽ ബ്ലറായിട്ടുള്ളതും അതേപോലെ തന്നെ ഷാർപ്നെസ് ഉള്ള ഇമേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് തരം ഇമേജാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ഇവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് മാർക്കി ടൂൾ യൂസ് ചെയ്തിട്ടോ ലെസോ ടൂൾ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ക്വിക്ക് സെലക്ഷൻ ടൂൾ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. അങ്ങനെ ഡിസൈന് ചെയ്ത് പഠിക്കുന്നവർക്ക് ഒക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.